ഞാനിന്ന് വ്യത്യസ്ത രീതിയിലുള്ളൊരു സാലഡാണ് ഉണ്ടാക്കണേ. ഈ സാലഡ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു ഇത്തിരി മടി ഉണ്ടാവും. പക്ഷേ ഈ ഒരു സാലഡ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് എങ്ങനെയാണെന്ന് നോക്കാം. സാലഡിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഈ പൊട്ടാറ്റോ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. അങ്ങനെ കളഞ്ഞെടുത്ത പൊട്ടാറ്റോ ആണിത്. ഇത് ഏകദേശം ഒരു 3.5 കപ്പോളം ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് വേണം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അത് അരച്ച് ചേർത്താലും മതി. ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് ഉപ്പിട്ടിട്ടാണ് ഈ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുള്ളത്. എങ്കിലും ഇതിനൊരു കോട്ടിങ്ങൊക്കെ വരുമ്പോൾ ഉപ്പിത്തിരി കുറവുണ്ടാവും. അപ്പോൾ ആ ഒരു ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പ് മാത്രം മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ മൂന്നും, മുട്ടയും ചില്ലി സോസും പിന്നെ ഈ ഉപ്പും കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഈ കോൺഫ്ലവർ ഇട്ടിട്ട് ഈ പൊട്ടാറ്റോ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. നല്ല പോലെ കോട്ടായി വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് കോൺഫ്ലവർ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇളക്കി ഒന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. കോൺഫ്ലവർ ഈ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കണം. ഏകദേശം 1/2 കപ്പ് മുതൽ 3/4 കപ്പോളം കോൺഫ്ലവർ വേണ്ടി വരും. അപ്പോൾ കണ്ടില്ലേ, ഈ കോൺഫ്ലവർ ഈ ഉരുളക്കിഴങ്ങിൽ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഒരു കോട്ടിങ്ങായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. ഉരുളക്കിഴങ്ങ് ഇട്ട് 1 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. പിന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കണം. ആ ഒരു സമയത്താണ് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ കിഴങ്ങ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികളൊക്കെ കാണിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ കഴിച്ചു തീർക്കും. അപ്പോൾ അത്രയും ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം. കുറച്ച് റോ വെജിറ്റബിൾസൊക്കെ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞായി അരിഞ്ഞെടുത്ത പച്ചമുളകാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഒരു 1/2 കപ്പോളം ക്യാപ്സിക്കം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കം കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതാണ് ഞാനൊരു 1/2 മുതൽ 3/4 കപ്പോളം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇനി വേണ്ടത് തക്കാളി ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ മീതെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള ഒരു 1/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുക്കുംബറാണ്. കുക്കുംബറും ഞാനിവിടെ ഒരു 1/2 കപ്പിന് മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കുക്കുംബറും ഈ ഒരു സാലഡിലേക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാബേജ്, നല്ല ഫ്രഷ് ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതും ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ലെമൺ ജ്യൂസാണ്. ഒരു 2 ലെമൺ പിഴിഞ്ഞെടുത്ത ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചില്ലി ഗാർലിക് സോസാണ്. ഒരിത്തിരി മധുരം ഉണ്ടാവും, പിന്നെ ഒരിത്തിരി എരിവും ഒരിത്തിരി പുളിയും കൂടെ ചേർന്ന ഒരു സോസാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സോസിൽ ഒരിത്തിരി മധുരമുണ്ട്, പിന്നെ ഉപ്പ് ഞാൻ ഓൾറെഡി എനിക്ക് ഇതിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ പൊട്ടാറ്റോ എന്ന് വെച്ചാൽ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു സാധനമാണല്ലോ, അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. ഇനി തീർച്ചയായിട്ടും നല്ല പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.